ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറി സർവം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 3 ആണ്. ഡേ 3 ഇൻ പൂനെയാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ശനിവാർ വാഡ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ബാജിറാവ് മസ്താനി എന്ന ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം, പിന്നെ ഒരു ക്ഷേത്രം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇവിടെ റെഡിയായവരെയൊക്കെ കാണിച്ചു തരാം. വ്ളോഗ് ഹായ് പറ. എങ്ങോട്ട് വന്നേ? ജാനി വണ്ടി വരും, അങ്ങോട്ട് പോവല്ലേ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൂനെയിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ശനിവാർ വാഡയിലെ ആണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ബാജിറാവ് മസ്താനി എന്ന ഫിലിം ഈ ഒരു കൊട്ടാരത്തെ ആസ്പദമാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ 6:30 വരെയാണ് ടൈമിങ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ്. അപ്പം ആൾക്കാരൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലാഗൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു കോട്ടയാണ്. നമ്മളിപ്പം ആ കോട്ടയുടെ അകത്തോട്ട് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ഒരു കോട്ടയാണ് നമ്മൾ പുറത്ത് നിന്ന് ശനിവാർ വാഡ എന്ന് എഴുതി വയ്ക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. അവിടെ ചെറിയൊരു വാതിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെയറുണ്ട്. സ്റ്റെയറിൽ കൂടെ മുകളിലോട്ട് കയറിപ്പോയാൽ അവിടെ നിൽക്കാം. ഇതങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു പൂന്തോട്ടം പോലെ ഒക്കെയാണ് ഇപ്പം നമുക്കവിടെ കാണാൻ പറ്റുന്ന. പടിക്കെട്ട് കയറി വരുമ്പോൾ അവിടെ ഓരോന്ന് നമുക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് കയറി പോവുകയാണ്. അപ്പം ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പിന്നെ തുറസായ സ്ഥലമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ചെറിയ നോട്ടീസിൽ അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരുപാട് ഫൗണ്ടനുകൾ കാണാൻ പറ്റും. അതായത് വാട്ടർ ഫൗണ്ടനുകൾ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ സൈഡുകളിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കോട്ടയുടെ മുകളിൽ ആൾക്കാരെല്ലാം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ അകത്തോട്ടുള്ളത് കാണാൻ പറ്റും. അപ്പം നമ്മളവിടെ കയറിയില്ല, നമ്മൾ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം ഈ ഒരു ഫിലിം ബാജിറാവ് മസ്താനി എന്ന് പറയുന്ന ആ ഫിലിം ഈ ഒരു കൊട്ടാരത്തിലെ ആൾക്കാരുടെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ, പഴയ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നത്. നല്ല തിരക്ക് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവധിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം ഇവിടുത്തെ ഒരു ടൈമിങ് വൈകുന്നേരം 6:30-ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ആൾക്കാരെ ഒന്നും കയറ്റി വിടില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കിയപ്പം ഇവിടെ ഒരു ഫൗണ്ടനാണ്, വാട്ടർ ഫൗണ്ടൻ്റെ ഒരിതാണ്. ഇതുമെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളും നടന്ന് നേരെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പിങ്കിക്ക് തലേദിവസം ഒന്നും സുഖമില്ലാത്തത് കൊണ്ട് പിങ്കി അത്ര ആക്റ്റീവ് ഒന്നുമല്ല. പിങ്കിക്ക് ഒന്നും ചെയ്യാനൊന്നും താല്പര്യമില്ല. പിങ്കി അവിടെ അങ്ങനെ ഇരിക്കുവാണ്. ഫുഡൊക്കെ കൊടുക്കാനായിട്ട് നമ്മളിവിടെ വന്ന് ഇരിക്കുവാണ്. ഇനി ഛർദ്ദിക്കത്തില്ല, പേടിക്കാതെ കഴിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു മാപ്പ് കാണാൻ പറ്റും. ഈ സ്ഥലത്തെക്കുറിച്ച് ഉള്ളൊരു വിവരണമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. 1732 ബാജിറാവ് ഒന്നാമൻ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ്. പക്ഷേ ആ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 1828 ഫെബ്രുവരി 21 ഒരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ തീയിൽ ഈ കൊട്ടാരം പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ള് തടി കൊണ്ടായിരുന്നു ഈ കൊട്ടാരം നിർമ്മിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
അത് ഫുള്ള് കത്തി നശിക്കപ്പെട്ടു. 7 ദിവസത്തോളം നീണ്ടു നിന്നു ആ തീ അണയാൻ വേണ്ടി. അത്രയ്ക്കും വലിയൊരു തീപിടുത്തമാണ് ഈ കൊട്ടാരത്തിലുണ്ടായി. ഇപ്പം നമുക്ക് കാണുന്ന ഈ ഒരു അടിസ്ഥാനം മാത്രമാണ് ഇപ്പം നമുക്ക് ഈ കൊട്ടാരത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് മറാത്ത അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രമായിരുന്നു നമ്മുടെ ഈ ശനിവാർ വാഡ എന്നുള്ളൊരു പേര് കിട്ടാൻ തന്നെ കാരണം ഇത് ശനിയാഴ്ച ദിവസമാണ് ഈ കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ശനിവാർ വാഡ എന്ന് പേര് കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇതൊരു ഫൗണ്ടനാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് 1732 വരെ ഇത്രയേറെ ഫൗണ്ടനുകൾ ഈ കൊട്ടാരത്തിൽ അവർ നിർമ്മിച്ചിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു പങ്ക് വഹിക്കുന്ന സ്ഥലമായിട്ടാണ് ശനിവാർ വാഡ എന്ന സ്ഥലം നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. പൂനെയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. പേശിമാരുടെ ഒഫീഷ്യൽ വസതിയായിരുന്നു ഈ ശനിവാർ വാഡ എന്നുള്ള സ്ഥലം. പിന്നെ കൂടാതെ എത്ര വലിയ കൊട്ടാരമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യ അറകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. തുരങ്കങ്ങൾ, അത് മിക്കവാറും ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്ത് അവർക്ക് രക്ഷാമാർഗം ആയിട്ട് ഉപയോഗിക്കാനായിരിക്കും അങ്ങനത്തെ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോ ഇനി ജയിലാണോ എന്നും അറിയത്തില്ല. ഇങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും ജയിൽ പോലെയൊക്കെ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉള്ളതായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല. പിന്നെ ഈ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭൂതകഥകളും ഒക്കെ പറയപ്പെടുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് അപശബ്ദങ്ങൾ, അതായത് കരച്ചിലുകൾ, നിലവിളികൾ അങ്ങനെയൊക്കെ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലത്ത് ഇവിടെ ഇങ്ങോട്ട് പ്രവേശന അനുമതിയിലോ കുറച്ച് അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നാരായണ റാവു പേശി എന്ന രാജാവ് 1773 സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് കൊലപാതകം നടത്തിയത്. ആ നാരായണ റാവു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. അപ്പം രഘുനാഥൻ റാവു എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ വൈഫും കൂടെ ചേർന്നിട്ടാണ് ഈ ആളിനെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ട് കൊന്നത് എന്ന് പറയുന്നത്. അപ്പം ആ പുള്ളി പേടിച്ച് ഓടി സ്വയരക്ഷ നേടാൻ വേണ്ടി ഇങ്ങനെ ഓടി ഒരു വാതിലിൽ അവിടെ ചെന്ന് എന്നെ രക്ഷിക്കൂ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു. അങ്കിൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. കാക്ക മലയ അങ്ങനെ എന്തോ ഒരു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ ഇവിടെ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിലുകൾ കേൾക്കാം എന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ ശബ്ദങ്ങളും അപശബ്ദങ്ങളൊക്കെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ മരിച്ചവരെല്ലാം നല്ല രീതിയിലൊന്നും അല്ല മരിച്ചത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തെക്കുറിച്ച് വഞ്ചനയും നിരപരാധികളുടെ മരണങ്ങളും ഒക്കെ നടന്ന ഒരു കൊട്ടാരമായിട്ടാണ് ഇത് കാണുന്നത്. ഒരു ദുഃഖത്തിൻ്റെയും നിശബ്ദതയുടെയും ഒക്കെ ഒരു പ്രതിരൂപമായിട്ടാണ് ആൾക്കാർ ഈ കൊട്ടാരത്തെ അവർ നോക്കിക്കാണുന്നത്. ശനിവാർ വാഡ എന്ന് പറഞ്ഞ ഈ ഒരു കൊട്ടാരത്തെ അങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്. ഇത് ഡൈനിങ് ഏരിയയുടെ അടുത്തുള്ള ഡൈനിങ് ഏരിയയിൽ വ്യൂ കിട്ടുന്ന ഒരു ഫൗണ്ടൻ ആണ്. മഷീൻ ബേസ്ഡ് ആയിരിക്കും, പക്ഷെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇത്ര വർഷം പഴക്കമുള്ള അത് ഫൗണ്ടൻ സിസ്റ്റം പണ്ടേ ഉള്ളതാണ്. നോട്ട് നെസസറി മോട്ടും കാര്യങ്ങളും ഇതേ എങ്ങനെ ചാടി ഒന്നും ചെയ്യരുത്. ഇവിടെ കൊണ്ട്
പിന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയൊരിത്, അതൊക്കെ എനിക്കൊന്ന് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായതിനു ശേഷം ചെയ്തതാണെന്ന് തോന്നുന്നു. ഇത് താഴോട്ടുള്ളൊരു ഗുഹ അല്ലെങ്കിൽ ഒരു തുരങ്കമാണ്. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറേ പൈപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വാട്ടർ സപ്ലൈയുടെ ആണോ അല്ലെങ്കിൽ ഇനി താഴെ കൂട്ടി ഇറങ്ങി ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റിയതിൻ്റെതാണോ ഒന്നും അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടെ ഈ കോട്ടയുടെ സൈഡിൽ ഒരു മതിൽ പോലെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നത് പോലെ നമുക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം അതുവഴിയും ആൾക്കാർക്ക് കയറി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യുദ്ധമൊക്കെ നടക്കുമ്പോൾ കോട്ടയുടെ മുകളിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഉള്ളോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പം കൊട്ടാരം ഫുള്ള് കത്തി നശിച്ചെങ്കിലും ഇനി ആ ഗേറ്റുകൾ മാത്രമാണ് ബാലൻസ്. അതുപോലെ തന്നെയുണ്ട്. ആ ഗേറ്റിൻ്റെ പേര് നാരായണ ഗേറ്റ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ രാജാവ് മരിക്കുന്നതിന് മുമ്പേ ഈ വാതിലിൽ വന്ന് വിളിച്ചു പറയുവാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ നാരായണ ഗേറ്റ് എന്ന് എഴുതിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കയറി വരുന്നിടത്ത് ഇതുപോലെ ഒരു കർവുണ്ട്. അപ്പോൾ ആ കർവിൽ ഇങ്ങനെ കുറച്ച് ഹോൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ വെച്ചിട്ട് നമുക്ക് അമ്പും വില്ലാണോ ഇനി അന്നത്തെ പീരങ്കി അതൊക്കെ വെച്ച് യുദ്ധം ചെയ്യാനുള്ള രീതിയിലാണ് അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ശത്രു രാജ്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പൊരുതാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു സൈഡ് റോഡാണ്, മറു സൈഡാണ് നമ്മുടെ ഈ കൊട്ടാരം വരുന്നത്. അപ്പം നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ് അതൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് ആ ഒരു ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പിങ്കിയും ചേട്ടനും താഴെ ഇരിക്കുവാണ്. അപ്പോൾ ജാനീനെയും മാളൂട്ടിനെയും എടുത്തിട്ട് ചേച്ചിയും ചേട്ടനും നടക്കുവാണ്. അപ്പം ഈ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ പഴയ ഒരു കെട്ടിടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പഴയ സ്റ്റൈലിലുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ നമുക്ക് ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. കാര്യം പൂനെയുടെ ഭൂരിഭാഗവും ഇപ്പോൾ ഫ്ലാറ്റുകളായതുകൊണ്ട് പഴയ സ്റ്റൈലുള്ള വീടുകളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ നിന്ന് താഴോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, അന്ന് രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ബൺ മസ്ക, നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബൺ മസ്കയല്ല, ഇതാണ് ശരിക്കുള്ള ബൺ മസ്ക എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. നമ്മളവിടെ കിട്ടുന്ന പോലെയല്ല ബൺ മസ്ക. അത് ഭയങ്കരമായ മധുരവും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ ചേട്ടനൊക്കെ വടാപ്പാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിക്കുവാണ്. അപ്പം ഇവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു മുളക് ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു, നല്ല ചൂടുമായിരുന്നു. അപ്പം വടാപ്പാവൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇതുപോലെ ഒണിയൻ ഫ്രൈ ചെയ്തതും പൊട്ടറ്റോ ഇങ്ങനെ മാവി മുക്കി പൊരിച്ചത് അതുമൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ഞാനും കഴിച്ചു നോക്കി. കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലാൽ മഹൽ കണ്ടു. ലാൽ മഹലും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, ഒരു കൊട്ടാരമാണ്. മഹാനായ ഛത്രപതി ശിവാജിയുടെ ബാല്യകാലം ഇവിടെയാണ് ചിലവഴിച്ചതെന്നാണ് പറയുന്നത്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ മഹാനായ ഒരു രാജാവ് കൂടിയായിരുന്നു ശിവാജി. അപ്പം 1630കളിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതും. അദ്ദേഹം യൗവനകാലം വരെ ഇവിടെയാണ് താമസിച്ചതെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ കയറി കാണാനുള്ള സമയം നമുക്കില്ല, നമുക്ക് കുറച്ച് ടൈം കൂടുതലായതുകൊണ്ട് നമ്മൾ കയറിയില്ല. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പൂനെയിലെ പ്രശസ്തമായ ഹവായ് ഗണപതി ടെമ്പിളിലാണ് പോകുന്നത്. ഇത് 1893 പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗണപതി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഭയങ്കര തിരക്കാണ്, ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ
വന്ന് തൊഴുതു പോകുന്നത്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. നമ്മളവിടെ നിന്ന് തൊഴുത് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.